ഇന്നൊരു സൺഡേ വ്ളോഗ് എടുത്താലോ? എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് നാളായി ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഒരു മടി എന്തൊക്കെയോ, അപ്പം അതെല്ലാം മാറ്റിയെടുക്കണം. അപ്പോൾ രാവിലത്തെ ചായ കൂടി പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. രാവിലെ കഴിച്ചത് ചിക്കൻ കറിയും പുട്ടൊക്കെ ആയിരുന്നു. ചിക്കൻ കറി തലേ ദിവസത്തെ ഉണ്ടായിരുന്നു ബാലൻസ്. പുട്ടും ചിക്കൻ കറിയും പിന്നെ അടിപൊളി കോമ്പിനേഷൻ ആണല്ലോ. പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് അടുത്ത പണിയിലോട്ട് കിടക്കാന്ന് വിചാരിച്ചു. അപ്പൂസ് മോൻ ഇവിടെ കിടന്ന് തകർത്ത കളിയിലാണ്. ഫുട്ബോൾ കളിക്കുകയാണ്, അല്ലെങ്കിൽ പുറത്ത് നന്നിട്ട് കളിക്കുന്ന കുട്ടി. ഇപ്പോൾ മഴ ആയതുകൊണ്ട് അകത്ത് കയറി കളിക്കുകയാണ്. അവന്റെ കളിയും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, എന്റെ പാത്രം കഴുകൽ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി ഞാൻ മാറ്റി. ഇവിടെ വെള്ളച്ചൂര ഉണ്ടാ കിട്ടിയിരിക്കുന്നത്. വെള്ളച്ചൂരയ്ക്ക് നമ്മൾ വറുത്തരച്ചാണ് വെക്കുന്നത്. വെള്ളച്ചൂരയിൽ ഏത് ചൂരയിലും വറുത്തരച്ചിട്ട് തന്നെയാണ് വെക്കുന്നത്. പുളിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് നല്ല എളുപ്പത്തിന് കിട്ടും. നമുക്ക് പിന്നെ പിഴിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മീൻകറികൾ എല്ലാ സംഭവങ്ങളും ആക്കി വെക്കുന്നുണ്ട് ചട്ടിയിൽ. ചട്ടിയിൽ വെക്കുന്ന മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലേ. ഞാൻ നോൺ സ്റ്റിക്കിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിലോട്ട് മാറിയതിനു ശേഷം എനിക്ക് നല്ല വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത് കത്തിരിക്ക വിഴുക്കുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അതിൽ അരിഞ്ഞ് തലേ ദിവസമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമ്മളെ ജോലി എളുപ്പം അങ്ങ് തീരും കേട്ടോ. അപ്പോൾ അതിൽ എണീച്ചാലും കുഴപ്പമില്ല, നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് അങ്ങ് തീർന്നോളൂ. അപ്പൂസ്മന് 2 ദിവസം കൊണ്ട് ഭയങ്കര ചുമയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ടാസ്ക്കാണ് മരുന്ന് കൊടുക്കൽ. ഈ ചുമയുടെ മരുന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ കുടിക്കും. പനിയുടെ മരുന്ന് കുടിക്കാനാണ് ഇത്തിരി. അപ്പോൾ സിമ്പിളിട്ടാണ് കത്തിരിക്ക വിഴുക്ക് വേവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.